ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഇന്ന് മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാർ സംസാരിക്കേണ്ടതുണ്ട്. മന്ത്രിമാർ സമയം നിയന്ത്രിക്കണം. സാർ, എൻ്റെ വകുപ്പിൽ വിദ്യാഭ്യാസ വകുപ്പിൽ കൈറ്റ്, SCRT, SSK, സ്കോൾ കേരള, SIT, SIMC, SRC, മഹിളാ സമാഖ്യ, സാക്ഷരതാ മിഷൻ, വിദ്യാകിരണ മിഷൻ, ലേബർ ആൻഡ് ലേബർ, കേസ്, ഒഡേപെക്, ITI, എംപ്ലോയ്മെൻറ്റ്, ESI, ഫാക്ടറീസ് ആൻഡ് ബോയ്സ്, കില, എല്ലാം ഓരോ വാക്കെങ്കിലും പറയണ്ടേ സാർ? സാർ, ഇവിടെ ഏറ്റവും ഒടുവിൽ സംസാരിച്ച കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറഞ്ഞു, രാജ്യത്താകെ അങ്ങനെ കോൺഗ്രസ് അങ്ങ് വൻ ഭൂരിപക്ഷം നേടിയെന്നുള്ള മട്ടിലുള്ള പ്രസ്താവനകളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. സാർ, കേരളത്തിൽ ഇവിടെ നടന്നിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ആ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ തിരിച്ചു വരും സാർ, ഒരു തർക്കവുമില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയത്തിന് തിരിച്ചു വന്ന കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തെറ്റുതെത്തുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഞങ്ങൾക്കുണ്ടായ കുറവുകളും പോരായ്മകളും ചർച്ച ചെയ്യുന്നുണ്ട്. സാറേ, പത്രങ്ങളിൽ വരുന്ന വാർത്തകളും അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ചില പത്രങ്ങൾ എത്രയോ നാളുകളായി അവർ കരുതിക്കൂട്ടി പടച്ചുകൂട്ടുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, കോൺഗ്രസ് പറഞ്ഞല്ലോ അവർ വലിയ നേട്ടങ്ങളുണ്ടാക്കിയെന്ന്. ഹിമാചൽ പ്രദേശത്ത് ഭരിക്കുന്ന ആരാ? കോൺഗ്രസ് അല്ലേ? അവിടെ ഹിമാചൽ പ്രദേശത്ത് വട്ടപൂജ്യം, വലിയ വട്ടപൂജ്യമായിരുന്നു. അതെന്ത് ഭരണവിരുദ്ധ വികാരമാണോ? സാർ, ഇന്ത്യ രാജ്യത്തിലെ 12 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആനമുട്ടയായിരുന്നു. ആനമുട്ട 12 സംസ്ഥാനങ്ങളിൽ. സാർ, ബാക്കിയുള്ള ഇന്ത്യ മുന്നണിക്ക്, കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല, ഇന്ത്യ രാജ്യത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കൂടി വോട്ട് കൊണ്ടാണ് കോൺഗ്രസിന് ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞെന്നുള്ള കാര്യം മറക്കണ്ട. സാർ, BJPയെ കേരളത്തിൽ കൊണ്ടുവന്ന ആരാണ് സാർ? കേരളത്തിൽ BJPക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്ത ആരാണ്? ആദ്യമായി നിയമമണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്ന അവസരത്തിൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥി ചാരുപ്പാറ രവി, അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നു, ത്രികോണ മത്സരം നടക്കുന്നു. രാജഗോപാൽ മത്സരിക്കുന്നു. 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവിടെ ജയിച്ചു. സാർ, ചാരുപ്പാറ രവിക്ക് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് എൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാരുപ്പാറ രവിക്ക് കിട്ടിയത് 12,000 വോട്ടാണ് സാർ ഒരു മണ്ഡലത്തിൽ നിന്ന് കിട്ടിയതാകെ. സാർ, ആ 12,000 വോട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ BJP ജയിച്ചു. അവിടെ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ തോറ്റു. ആര് സാർ ഇവിടെ BJP കൊണ്ടുവന്നത്? CPM ആണോ, ഇടതുപക്ഷമാണോ, കോൺഗ്രസ് ആണോ കൊണ്ടുവന്നിട്ടുള്ളത്? സാർ, ഇവിടെ അതെല്ലാം പഴയ കൊലീബൊക്കെ പണ്ടത്തെ ചരിത്രം, അത് പോട്ടെ. സാർ, ഇവിടെ തൃശ്ശൂര് ആ മുരളീധരനെ ഇപ്പോൾ മുരളീധരനെ നിങ്ങൾ സ്ഥിരം ഓരോ മണ്ഡലത്തിൽ കൊണ്ട് നിർത്തി കാലുവാരെയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കൊണ്ടുവന്ന്, നേമത്ത് ആദ്യം ഉമ്മൻചാണ്ടിയുടെ പേര് ചർച്ച ചെയ്തു, പിന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് ചർച്ച ചെയ്തു, ഇവിടെ ഇരിക്കുന്ന പലരുടെ പേരും ചർച്ച ചെയ്തു. അവസാനം പറഞ്ഞു ഒരു ശക്തനെ നേമത്ത് നിർത്താൻ വേണ്ടി പോവുകയാണ്, നേമത്ത് BJPയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ആ ശക്തനായിട്ടുള്ള മുരളീധരനെ നേമത്ത് കൊണ്ട് അങ്ങ് ഇറക്കി. അവിടെ മത്സരിച്ചില്ല സാർ. മുരളിയെ നിങ്ങൾ കാലുവാരിയില്ല. അവിടെയും മുരളിയെ തോൽപ്പിച്ചു നിങ്ങൾ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഞാൻ ജയിച്ചു. സാർ, മുരളിയെ നിങ്ങൾ തൃശ്ശൂരും കൊണ്ട് നിർത്തി. മര്യാദയ്ക്കയാൾ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ നിന്നു പോകായിരുന്നു. അവിടെ വടകര നിൽക്കാനാണ് അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആ വടകരയിൽ നിന്ന് കൊണ്ട് തൃശ്ശൂർ കൊണ്ട് നിർത്തി. സാർ, കാലുവാരക്കല്ല, വളഞ്ഞിട്ട് കാലുവാരക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഫലമറ്റെന്താ? മുരളീധരൻ വീട്ടിൽ ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്നു, ഒരു കോൺഗ്രസ്സുകാരും എൻ്റെ വീട്ടിൽ മേലാൽ പ്രവേശിക്കാൻ പാടില്ല. ഈ വീട്ടിൻ്റെ ഐശ്വര്യം ഇന്ന ദേവിയാണ്, ആറ്റുകാൽ അമ്മയാണ് എന്നെല്ലാം എഴുതുന്ന പോലെ ഈ വീട്ടിൽ ഒരു കോൺഗ്രസ്സുകാരും കയറാൻ വേണ്ടി പാടില്ല എന്ന് എഴുതി ചെയ്യുക. സാർ, അപ്പോൾ അവിടെ ജയിച്ചതാരാ? സുരേഷ് ഗോപി.
അപ്പോൾ ഈ കേരളത്തിൽ BJP ജയിച്ചിട്ടുള്ള 2 സീറ്റിലും കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടിയാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ BJP കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ്സാണ് സാർ. സാർ, ഇന്നലെ ആ സുരേഷ് ഗോപി ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് ഒളിമ്പിക് റണ്ണായിരുന്നു. ഒളിമ്പിക് ഡേയുടെ ഭാഗമായിട്ടുള്ള റണ്ണായിരുന്നു. നോട്ടീസിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു. എന്നാലും കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞാനും GR മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നു. ബഹുമാനപ്പെട്ട ഗവർണർ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേജിൻ്റെ ആയിരുന്നു. മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന കുട്ടികളുടെ ഇടയിലത്തേക്ക് ഇറങ്ങി. അതോടുകൂടി ഗവർണറുടെ പ്രസംഗവും പോയി, ജനഗണമനയും പോയി, എല്ലാം അലങ്കോല സീനായി, പ്രോട്ടോക്കോൾ ലംഘനമായി. സാർ, ഇതൊന്നും ഞാനാ GR ആണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തായിരുന്നു വാർത്തയായിരുന്നു? മാധ്യമങ്ങളിൽ ഒരു വാർത്തയില്ല. ഒരു കോൺഗ്രസ്സുകാരും പ്രതിഷേധിച്ചില്ലല്ലോ സാർ. അതിൽ പ്രതിഷേധിക്കണ്ടേ? ജനഗണമനെ ആക്ഷേപിച്ചു, പ്രോട്ടോകോൾ ലംഘിച്ചു, ഒന്നും ചെയ്തിട്ടില്ലല്ലോ സാർ. സാർ, ഞാൻ പറഞ്ഞത് പത്രത്തിൽ ഉണ്ടായിരുന്നു സാർ. പത്രത്തിൽ TV-യിലൊക്കെ ഉണ്ടായിരുന്നു. വായിക്കാത്തതുകൊണ്ടാണ് സാർ. വിൻസെൻ്റെ പേപ്പർ എടുത്ത് വെച്ചിട്ട് എൻ്റെ വിൻസെൻ്റെ പേരുണ്ടാന്ന് മാത്രം വായിച്ചാൽ പോരാ, എല്ലാം മൊത്തം വായിക്കും. സാർ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ജനകീയാസൂത്രണം, നമ്മുടെ കിഫിയെ സംബന്ധിച്ചിടത്തോളം ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ സൂചിപ്പിച്ചു. നല്ല കാര്യം സാർ. അവരെല്ലാവരും, എല്ലാ MLA-മാരും നന്നായി തന്നെ സഹകരിക്കുന്നവരാണ്. എല്ലാ മണ്ഡലത്തിലും അവർ ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ട്, ഒക്കെ ഉണ്ട് സാർ. 1913 നമ്മുടെ ഈ തലസ്ഥാന നഗരിയിൽ വിൻസെൻ്റിനൊക്കെ അറിയാവുന്ന ഊരുട്ടമ്പലം ഗവൺമെൻറ് UPSൽ അന്ന് പള്ളിക്കൂടമായിരുന്നു. ഒരു സംഭവവികാസം നടന്നു. അവിടെ പഞ്ചമി എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി പഠിക്കുന്നതിന് വേണ്ടി പോവുകയും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് സ്കൂൾ തീയിടുകയും ചെയ്തു. അപ്പോൾ ശ്രീ മഹാത്മാ അയ്യങ്കാളി അതിലിടപെടുകയും അവിടുത്തെ ആദ്യത്തെ കർഷക തൊഴിലാളി പ്രക്ഷോഭത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സാർ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം വന്നതിന് ശേഷം ആ സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്കൂളെന്ന് ഇടുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. ഒരു ഗവൺമെൻറ് ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനമാണ് സാർ. എന്ന് മാത്രമല്ല, 4.25 കോടി രൂപ മുടക്കിയാണ് സാർ ആ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, ഇന്ന് പല സ്കൂളുകളിലും ലിഫ്റ്റുണ്ട് സാർ. അതൊക്കെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സംഭവമില്ല. ലോകത്ത് അപൂർവം ചില രാജ്യങ്ങളിൽ മാത്രമുള്ള ലിഫ്റ്റുള്ള സ്കൂളുകൾ ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കുളത്തുമ്മൽ HSS ഹൈസ്കൂളിൽ പോയി. 7.6 കോടി രൂപ മുടക്കി നിർമ്മിച്ചൊരു കെട്ടിടം, സ്കൂൾ കെട്ടിടം, ലിഫ്റ്റാണ്. കുട്ടികൾക്കൊരു ഉത്സവം തന്നെ. കയറുന്ന മുകളോട്ട് പോകുന്ന, താഴോട്ട് ഇറങ്ങുന്ന, മുകളോട്ട് പോകുന്ന, താഴോട്ട് ഇറങ്ങുന്ന ആകെ വരും സാർ. ഞാൻ കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം മണ്ഡലത്തിലുള്ള സ്കൂളിൽ പോയി. കഴക്കൂട്ടം മണ്ഡലത്തിലല്ല, വയനാട് എൻ്റെ സുഹൃത്തുമായിട്ട് നമ്മൾ പോയി. നമ്മൾ ആ കുട്ടി പാമ്പ് അല്ലേ അവിടെ ലിഫ്റ്റും ഉണ്ട്, എയർ കണ്ടീഷനുണ്ട്, ക്ലാസ് റൂമും ഉണ്ട്. സിദ്ദിഖ് ഞാനോട്ട് ഒരുമിച്ചാണ് പോയത് സാർ. ഞാനിവിടെ സൂചിപ്പിച്ചത് സിദ്ദിഖ് ഉണ്ടായിരുന്നു. ഞാൻ സിദ്ദിഖുമായിട്ടാണ് ഫംഗ്ഷനിൽ പങ്കെടുത്തത് സാർ. ഞാൻ സൂചിപ്പിച്ചത് ഈ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫി വഴി സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ഭരണാനുമതി നൽകിയത്. 5 കോടിയുടെ 111 സ്കൂൾ കെട്ടിടങ്ങൾ, 3 കോടിയുടെ 385 സ്കൂൾ കെട്ടിടങ്ങൾ, 1 കോടിയുടെ 446 സ്കൂൾ കെട്ടിടങ്ങൾ എന്നിങ്ങനെ 973 കെട്ടിടങ്ങൾക്കാണ് പ്രവേശനം നൽകിയിട്ടുള്ളത്. 2595 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആകെയുള്ള
3 സ്കൂളുകളിൽ 488 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതിൽ 386 കെട്ടിടങ്ങളുടെ നിർമ്മാണം ഈ സർക്കാരിൻ്റെ കാലത്താണ് പൂർത്തീകരിച്ചത്. 200 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. സർ, സ്കൂൾ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷേ കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചില കിഫ്ബിയിൽ അനുവദിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കിഫിയുടെ മാത്രമല്ല, പ്ലാൻ ഫണ്ടിലും കുറേ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ കണക്കുണ്ട്. സമയക്കുറവ് മൂലം ബഹുമാനപ്പെട്ട സ്പീക്കർ വളരെ കുറച്ച് സമയം അനുവദിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഞാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടിരുന്ന് യോഗം ചേർന്ന് നേരത്തെ അങ്ങവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് ലൈസൻസ് നൽകാത്ത കെട്ടിടങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയും 1 വർഷത്തിനകം ആ ലൈസൻസ് പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ പ്രശ്നം ആ നിലയിൽ ആ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. സാർ, മുനീർ സാറ് പറഞ്ഞത് അദ്ദേഹം മുൻ മന്ത്രിയാണ്, വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. പക്ഷേ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സാർ, കോഴിക്കോട് ജില്ലയിൽ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് 7500 സീറ്റിൻ്റെ കുറവുണ്ട് എന്ന ഡോക്ടർ MK മുനീറിൻ്റെ പറഞ്ഞത് തെറ്റാണ്. വ്യക്തമായ കണക്ക് അങ്ങേ ബോധ്യപ്പെടുത്തുവാനായി ഞാനിത് അവതരിപ്പിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ആകെ അപേക്ഷകർ 48,156. സാർ, 48,156 നമുക്ക് കള്ളം പറയാൻ വേണ്ടി പറ്റില്ല. മറ്റ് ജില്ലകളിൽ പ്രവേശനം നേടിയത് 2,573. ബാക്കി അപേക്ഷ 45,583. അലോട്ട്മെൻറ്റ് എടുക്കാത്തവർ 4,525. ബാക്കിയുള്ള അപേക്ഷകൾ 41,058. പ്രവേശനം ലഭിച്ചവർ 34,362. മിനിസ്റ്റർ രാവിലെ വായിച്ചത് ഇതെല്ലാം അല്ല സാർ, വീണ്ടും വായിച്ചുകൊണ്ടിരിക്കണ്ട സാർ. സംശയം തോന്നിയ വേണ്ട. ഈ വഴങ്ങേണ്ട കാര്യമില്ല കേട്ടോ. സമയം അത്രേ പറ്റുള്ളൂ. വഴങ്ങേണ്ട കാര്യം ആളുകൾ എണീറ്റുകൊടുക്കും. ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ മേശപ്പുറത്ത് വെക്കുകയും ഞാൻ അങ്ങേ കൈമാറുകയും ചെയ്യാം. വേറെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താം. അദ്ദേഹം നിർത്താമോ? പ്ലീസ്. സാർ, അപ്പം ഞാൻ ഇല്ല അദ്ദേഹം ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. പ്ലീസ് സഹകരിക്കണം. പ്ലീസ്. സാർ, ഇന്നിപ്പോൾ ഇവിടെ ഈ അധ്യാപകർ സമരം ചെയ്തു. നീറ്റ് പരീക്ഷയുടെ ചർച്ച നടന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഒരു തിരി നമ്മുടെ പൊതുപരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാത്യു കുഴൽനാടൻ സാർ. അപ്പോൾ സാർ, ഈ അധ്യാപകർ സമരം ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സാർ, കേരളത്തിൽ 1,92,200 വരുന്ന അധ്യാപകരുണ്ട്. അവർക്ക് ഒരു പ്രശ്നവുമില്ല. കൃത്യമായി പരീക്ഷ നടത്തുന്നുണ്ട്, കൃത്യമായി സ്കൂൾ തുറന്ന്, അതുപോലെ തന്നെ സ്കൂൾ വെക്കേഷൻ അടച്ചു, മുഴുവൻ അധ്യാപകർക്കും ട്രെയിനിങ് കൊടുത്ത്. ഈ വർഷമാണെങ്കിൽ 80,000 വരുന്ന അധ്യാപകർക്ക് AI ട്രെയിനിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് കൊടുത്തു. പിന്നെ 120 ദിവസം ആണ് വർക്കിംഗ് ഡേ എന്ന് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നു. കോടതി അത് സമ്മതിച്ചു. എങ്കിലും നമ്മൾ അവരുടെ യോഗം വിളിച്ചു കൂട്ടി 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ദിവസം കുറയ്ക്കുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ അവർക്ക് ശമ്പള കുടിശ്ശികയില്ല, മറ്റൊരു കുടിശ്ശികയില്ല, ഒരു പ്രശ്നമില്ല. സാർ, കുടിശ്ശികയൊക്കെ എവിടെ സാർ കുടിശ്ശികയില്ലാത്തത്? നമ്മളെ വീട്ടിലും കുടിശ്ശിക ഉണ്ടാവില്ലേ? അതൊക്കെ ചെറിയ കുടിശ്ശിക എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യമില്ലേ? മിനിസ്റ്റർ, ഈ കമന്റ്സ് ഇഗ്നോർ ചെയ്യാൻ പ്ലീസ് കം ടു ദ പോയിന്റ്. സാർ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ ശാന്തമാണ്, അധ്യാപകർ ശാന്തമാണ്. അതുപോലെ അങ്ങ് പറഞ്ഞതുപോലെ യാതൊരു അസ്വസ്ഥയും അധ്യാപകർക്കില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വേറെ എന്തെങ്കിലും അസ്വസ്ഥത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ സംസാരിച്ച് ആ പ്രശ്നം തീർക്കുകയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. സാർ, ഈ നീറ്റ് പരീക്ഷയുടെ ചർച്ച നടന്ന കൂട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ കേരളത്തിലെ പരീക്ഷാ നടത്തിപ്പിനെ പറ്റി ആശയം ഉന്നയിക്കുകയുണ്ടായി. സാർ, അത് മുഖ്യമായിട്ട് ഏറ്റവും വലിയ പരീക്ഷ നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്, എല്ലാ വർഷവും പരീക്ഷ നടത്തുന്നത്. സാർ, അങ്ങനെ ഒരു ചോദ്യപേപ്പർ ചോദ്യം നടന്നിട്ടില്ല. ഇതിലിപ്പം മിനിസ്റ്റർ
അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം. ഇനി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. വേണ്ട. യെസ്, അത് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞിന്. യെസ്, അത് നേരത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞതാ. യെസ് യെസ് യെസ്, പ്ലീസ് പ്ലീസ്. സർ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 2021 മെയ് മാസത്തിന് ശേഷം സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെ അധ്യാപക നിയമനം 30,564 പേർ നിയമിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ PSC നിയമനങ്ങൾ 15,050 സാർ. എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ 15,514. എനിക്ക് തോന്നുന്നത് വലിയ നേട്ടമാണ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുകയാണ്. യെസ്, സാർ, ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഈ വർഷം സാർ അങ്ങനെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സമയം എക്സീഡ് ചെയ്തു. പ്ലീസ് സാർ പറയട്ടെ സാർ. 7 മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഞാൻ നിർത്താം സാർ, ഞാൻ പെട്ടെന്ന് നിർത്താം ഇൻക്ലൂഡിംഗ് CM. സാർ. നിങ്ങളാദ്യം ഒരു ക്ലാരിറ്റിയിലെത്തും. നിങ്ങൾ തന്നെ ഒരു ഭാഗത്ത് വേണം നിർത്താൻ പറയുന്നു, ഒരു ഭാഗത്ത് പ്രസംഗിക്കാനും പറയുന്നു. നമ്മുടെ ഈ വർഷം സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടി ഊന്നൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂളുകളുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും. 6 മാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യൽ പരിശീലനം നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ DD, DEO, AEO അധ്യാപകർ തുടങ്ങിയവരുടെ പെർഫോമൻസ് വിലയിരുത്തും. വ്യാജ വാർത്തകൾ ഉയർത്തുന്ന വെല്ലുവിളി തിരിച്ചറിഞ്ഞ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാലയങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന വ്യാപകമായി മാധ്യമ വിവര സാക്ഷരതാ പരിപാടി നടത്തിക്കൊണ്ടാണ് ഇത് പ്രതികരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയും നമ്മുടെ ഭൂപ്രകൃതിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. A1 അതിൻ്റെ അനുബന്ധ സാങ്കേതിക വിദ്യകളും നമ്മുടെ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ വിവരം ഞാൻ സഭയെ അറിയിക്കുകയാണ്. സാർ, ലേബർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലേബറിൻ്റെയും കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ. യെസ് യെസ്, സാർ, ഈ ഇന്ത്യ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. മിനിമം വേതനം ഏതാണ്ട് 80ഓളം വരുന്ന ഇനങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ലേബർ വകുപ്പിൻ്റെ കീഴിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിലെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി സമൂഹമാണ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. ഇവരിൽ ഏറിയ പങ്കും യുവാക്കളാണ് സാർ. അവർക്ക് തൊഴിൽ നിയമങ്ങളോ തൊഴിലുടമ ബന്ധമോ നിലവിൽ ഈ മേഖലയിൽ ഇല്ല. സാർ, ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിയമനിർമ്മാണവും ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയുടെ അന്തിമഘട്ടത്തിലാണ് തൊഴിൽ വകുപ്പ്. സാർ, ഇന്നത്തെ തൊഴിൽ മേഖലയിൽ ഏറെ അസംഘടിതരും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതുമായ മേഖലയാണ് ഗാർഹിക മേഖല. ഗാർഹിക തൊഴിലാളികളുടെ ജോലി സുരക്ഷയും വിവിധ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമനിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. സാർ, ചുമട്ടുതൊഴിലാളി മേഖല ഇന്ന് ഏറെ വെല്ലുവിളികളെ നേരിടുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖല യന്ത്രവൽക്കൃതമാകുന്ന സാഹചര്യത്തിൽ നിലവിൽ ചുമട്ടുതൊഴിലാളികൾ ചെയ്യുന്ന തൊഴിലുകൾക്ക് തൊഴിൽനഷ്ടം സംഭവിക്കുന്നത് വലിയ ഒരു പ്രശ്നമാണ്. ഇതിനായി ചുമട്ടുതൊഴിലാളികൾക്ക് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി മുഖേന
നവശക്തി എന്ന പേരിൽ ഒരു പരിശീലന പരിപാടിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് സാർ. 70 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഈ ബോർഡിൽ അംഗങ്ങളാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതുവരെ 2764 കോടി 37 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. സർ, രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം മികച്ച തൊഴിലാളികൾക്ക് മികച്ച തൊഴിലിടങ്ങൾക്കും പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. തൊഴിൽ മേഖലയിലെ മികവ് തൊഴിൽ വകുപ്പ് നൽകി വരുന്ന അംഗീകാരമാണ് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം. വേതന കാര്യത്തിൽ കേരളം ഒന്നാമതാണ്. കാർഷികേതര നിർമ്മാണ മേഖലയിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികമാണ് കൂലി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മേഖലകൾ മിനിമം വേതനം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80 മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ മിനിമം വേതനം ഉറപ്പാക്കുവാൻ ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പിലാക്കുന്നു. ഇത്തവണ ബഡ്ജറ്റിൽ 90 കോടി രൂപ അതിനുവേണ്ടി വരുത്തിയിട്ടുണ്ട്. സർ, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സമയക്കുറവ് ഞാൻ ആ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 2 പ്രധാന വകുപ്പിൻ്റെ കീഴിലും പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സാറേ, പാചക തൊഴിലാളിയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓരോ നോട്ട് വന്നാൽ സാർ പാചക തൊഴിലാളി പാവപ്പെട്ടവരാണ് സാർ. എല്ലാവരും പാവപ്പെട്ടവർ, എല്ലാ തൊഴിലാളികളും. സാർ, ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ജോലി ചെയ്ത് വരുന്ന പാചക തൊഴിലാളികൾക്ക് 2024 മാർച്ച് മാസത്തെ കേന്ദ്ര സംസ്ഥാന മാൻഡേറ്ററി വിഹിതത്തിൽ നിന്നുള്ള ഓണറേറിയം 1000 രൂപ വീതം ഏപ്രിൽ മാസം 22 വിതരണം ചെയ്തിരുന്നു. ഈ ഇനത്തിൽ ശേഷിക്കുന്ന സംസ്ഥാന അധിക വിഹിതത്തിൽ നിന്നുമുള്ള ഓണറേറിയം വിതരണം ചെയ്യുന്നതിനാവശ്യമായ 12,99 ലക്ഷം രൂപ 2024 ജൂൺ 15 സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദിക്കുകയും അത് സംസ്ഥാനത്തെ മുഴുവൻ പാചക തൊഴിലാളികളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ ഏപ്രിൽ മെയ് മാസത്തെ 2000 രൂപ വീതമുള്ള അവധിക്കാല സമാശ്വാസം വിതരണം ചെയ്യുന്നതിനാവശ്യമായ അവസാനഘട്ട നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു വരുന്നു. സമാശ്വാസം അനുവദിക്കുവാൻ വേണ്ടത് 5 കോടി 2 ലക്ഷത്തി രൂപ ഇനിയും ആവശ്യം ഉണ്ട്. ഈ തുക ഉടൻ തന്നെ പാചക തൊഴിലാളികൾക്ക് നൽകുന്നതാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. സാർ, ഇനി ഒരുപാട് കാര്യങ്ങൾ മറുപടി പറയാനുണ്ട്. എന്താ സമരം ചെയ്തവരുടെ പ്ലീസ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇരുകൂട്ടരും സമരം ചെയ്യുന്നവരാണ്, പിക്കറ്റ് ചെയ്യുന്നവരാണ്, അറസ്റ്റ് വരിക്കുന്നവരാണ്, ജയിലിൽ പോകുന്നവരാണ്, നോൺ ബെയിലബിൾ കേസിൽ പ്രതിയാവുന്നവരാണ്, ബെയിലബിൾ കേസിൽ പ്രതിയാവുന്നവരാണ്. നമ്മുടെ 2 കൂട്ടരുടെയും സർക്കാരുകൾ ചില കേസുകൾ പിൻവലിക്കാറുണ്ട്. ആ കേസിൻ്റെ സ്വഭാവം പരിശോധിച്ച ശേഷം മാത്രമാണ് ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഈ അഭിപ്രായം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താം. സാർ മതിയല്ലേ സാർ? സാർ, എൻ്റെ ഈ വിദ്യാഭ്യാസം തൊഴിലെന്ന പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുക. താങ്ക് യു.